21 last paragraph. I don't have time. That's why I'm not going to refer all these scripture verses. The title itself, it says, he was cast down. അവരവനെ ആട്ടിപ്പുറപ്പെടുവിച്ചു. See, that's what it says. Draw him away. ആരാ? 10,000 കൊന്നെന്ന് ശത്രുക്കൾ പോലും കാണുന്നവൻ. You don't know your power. You don't know your dignity. You don't know who you are. That's why you cannot stand for the God's work. ദൈവം തന്നെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തിക്ക് മറ്റുള്ളവരെ നിന്നെ പറഞ്ഞിട്ടും അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ acting like a madman. David, why you are acting like a madman? Because you lost the sense of competency. Sense of purpose, sense of belonging, sense of competency. നീ ആരാ? Who are you? Did you forget that message? ദൈവം നിന്നെ മറന്നിട്ടില്ല. നിന്റെ കുടുംബത്തിൽ കൂടെ കർത്താവ് വരുവാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന വലിയ പർപ്പസത്തിന് വേണ്ടിയാണ്. God called you with a great purpose, but you forgot because you was wrong emotion, wrong thought, your wrong selection. You cannot act like even not a normal man. See, not godly man. ഒരു നമ്മുടെ സഭകളിൽ നടക്കുന്ന ഇതല്ലേ? ഈ ദാവീദിനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. What about you? What about me? Where are you? Do you have that dignity about yourself? You are called by God. God anointed you. God has a great purpose. God saw you before everybody else. Why do you act like a madman? നോക്കിക്കേ, അവനൊരു നോർമൽ മാനായിട്ട് പോലും നിൽക്കുവാൻ കഴിയുന്നില്ല. നമ്മളെ മറ്റുള്ളവർ പുറത്തുകൊണ്ട് ആട്ടിയില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ആട്ടാറുണ്ടോ? It is a place where you cannot stand like a child of God. Where is you stand right now? എവിടെയാണ് നീ നിൽക്കുന്നത്? മറ്റുള്ളവർ നിന്നെ കുറിച്ച് എന്താ പറയുന്നത്? ഇവനെ പോലെയുള്ള എത്രയോ പേര് നമുക്കുണ്ടെന്നാണ് അവർ പറയുന്നത്. We have so many mad people in our country. Why do you have such a guy here? നോക്കിക്കേ, നമ്മളെ പോലെ എത്ര പേരുണ്ടെന്ന് മറ്റുള്ളവർ പറയാണ്, പിന്നെ തീർന്നു. നമ്മുടെ ആക്ടിന്റെ അടിസ്ഥാനത്തിലാ, നോട്ട് ബിക്കോസ് ഓഫ് ദ തിയറി. നമ്മുടെ ജീവിതത്തിൽ നാം ആക്ട് ചെയ്യാണ്. He is pretending he is not a madman, but he couldn't survive when he acted like a normal man. That was his concern. അല്ലേ? അവനൊരു നോർമൽ മാനായി നിന്നാൽ, ദൈവത്തിന്റെ വിളിയുടെ അനുസരിച്ച് അവൻ ജീവിച്ചാൽ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് he thought he cannot live, survive. Hey, look at that problem. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ അഭിഷേകം നിന്നിലുണ്ട്, നഷ്ടപ്പെട്ടിട്ടില്ല. It's not gone anywhere. But you are acting like a madman. You are pretending like a madman. ഒരു ഭ്രാന്തനെ പോലെ തലയിലെല്ലാം വലിച്ചു കീറുക, ഈള ഒളിപ്പിക്കുക. Look at that. Very bad condition. We see God's king, anointed one. God has a great purpose for him, but still he is acting like a madman. ഇന്ന് ഉച്ചയോടെ അടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ അഭിഷേകവും ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുന്നത് മനസ്സിലാക്കാതെ നീ തെറ്റായ ചിന്തയില്, തെറ്റായ തീരുമാനത്തില്, തെറ്റായ സ്ഥലത്ത് ചെന്ന് പറ്റിയാൽ നിന്നെ ഒരു നോർമൽ മനുഷ്യനെ പോലും ആകാൻ നിനക്ക് കഴിയാതെ പോകും. But he didn't stay there. He said, look at that verse 15. He says, the eyes of the Lord are on the righteous. അവൻ വിചാരിച്ചു, ഞാൻ കണ്ണുയർത്തിയാൽ ഞാൻ മാത്രം കാണുമെന്നല്ല, അവനും എന്നെ കാണും. നീതിമാന്റെ മുകളിലാണ് ദൈവത്തിന്റെ കണ്ണെന്ന്.
നീ സർവൈവ് ചെയ്തത് നിന്റെ മിടുക്കൊണ്ടല്ല, നീ ഭ്രാന്തനായി ആക്ട് ചെയ്തുകൊണ്ടല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. നിന്റെ മേൽ അഭിഷേകം നിൽക്കുന്നത് കൊണ്ടാണ്. നീ നല്ല കുഞ്ഞു ചമഞ്ഞാലും എന്തെല്ലാം ചെയ്താലും നീ ആരാണെന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പർപ്പസ് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കൊണ്ട്, അവന്റെ കൃപയാണ്, അവന്റെ ദയാണ്, അവന്റെ വിശ്വസ്തതയാണ് നീ സ്ഥാനത്തായിരിക്കുന്നത്. നീ രക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പിന്നെയും നീ പലപ്പോഴും വിചാരിക്കും, ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, ഞാൻ ഭ്രാന്തനെ പോലെ ആയതുകൊണ്ട് എന്റെ മിടുക്കാണെന്ന്. അല്ല, അവൻ റിയലൈസ് ചെയ്തു. He finally made a conclusion, says Lord's eyes is on me. അതാണ് അവന്റെ ജീവിതത്തെ മാറ്റിയത്. അവനെ ആ പരാജയത്തിൽ നിന്ന് മടങ്ങി വരിക. Look at that next verse. He says he guard all his bonds. Verse 20. പ്രൊട്ടക്ഷൻ എവിടാ? It's not in your pretense, not your smartness, not your game. It is belong to him. നിന്റെ അസ്ഥി ഒടിയാതിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ന് നമ്മൾ 400 എടുത്തപ്പം വലിയൊരു വള്ളക്കുഴിയായിരുന്നു. എൻ്റെ വണ്ടി കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയൊരു അപകടം. 4 ലൈനും അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. വേറൊരു അപകടം ആ വെള്ളത്തിൽ ചാടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. But God protected me. There we cannot play any game because it is in the hand of God. നമ്മൾ വിചാരിക്കും എൻ്റെ ആക്ട് കൊണ്ടാണ്, എൻ്റെ സ്മാർട്ട്നെസ് കൊണ്ടാണ്, എൻ്റെ പ്ലേ കൊണ്ടാണ്. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ന് പകൽക്കാലം ദൈവത്തിന്റെ കണ്ണ് നിന്റെ മുകളിലുണ്ട് എന്നുള്ളതാണ്. അവനാണ് നിന്റെ എല്ലിനെ സംരക്ഷിക്കുന്നത്, അവനാണ് നിന്നെ വിടുവിക്കുന്നത്. അവൻ എന്നിട്ട് പറയുകയാണ്, ലാസ്റ്റ് വേർഡ് കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. ലാസ്റ്റ് വേർഡ്സ് അവൻ പറയാണ്, the Lord redeems the soul of his servant. That is his conclusion. Then he says, and none of those who trust in him shall be condemned. See, that was his final conclusion. Then he said, I can look at on God's face. Then I'll be radiant. Why I am radiant? Because I am not. The second portion. What is the second portion? It's not ashamed. എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നെ കണ്ടു, എന്നെ സഹായിച്ചു, എന്നെ വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കയില്ല. അതാണ് അവന്റെ കൺക്ലൂഷൻ. ഇന്ന് പകൽക്കാലം നിന്റെ മുഖം സത്യത്തിൽ പ്രകാശിക്കണമോ? അവനോട് ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. യു കനോട്ട് ഗോ എനിമീസ് കൺട്രി. ആരെല്ലാം ഫേസ് ഷൈൻ ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. മോസസ്, he was sitting very close to the Lord. It is in the wilderness, it is in a mountain peak. No matter, it shouldn't be in a village. നമ്മൾ ഓർക്കുന്നത് നല്ല വില്ലേജിലായിരിക്കണം, വാലിയിലായിരിക്കണം, സമൃദ്ധിയിലായിരിക്കണം എന്നാണ്. There was nothing but only God. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ, നിന്റെ ത്വക്ക് പ്രകാശിപ്പാൻ, നിന്നെ വലിയവനാക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ സ്പെഷ്യലാക്കുവാൻ, യുണീക്ക് ആക്കുവാൻ. That is the only way. ഇവിടെ എന്താ താൻ പറയുന്നത്? ഇവനെ പോലെ വട്ടന്മാര് നമുക്ക് പലരുണ്ടെന്നാ. പക്ഷേ when you sit with God, you will be unique. Nobody like you. Moses. That's what the last words of Deuteronomy says. അവനെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. See, you want to be unique, you want to be powerful, you want to be used by God, not because of your self-pity, inadequacy, inferiority, insignificance, but stay with him, be in his presence. Then you will be a different person. And look at Jesus. He took his closest 3 disciples and went to the mountain and started to pray. And his face became kind. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ദൈവസന്നിധാനത്തിലേക്ക് അവൻ പോയപ്പോൾ, ഈവൻ മോസസ് ആണെങ്കിലും
യേശു തമ്പുരാനാണെങ്കിലും മോഹം പ്രകാശിക്കണമെങ്കിൽ there is no other way. ദൈവസന്നിധാനം വിളിക്കനുസരിച്ച് നീ ആയിരിക്കുമ്പോൾ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലാക്കുമ്പോൾ, നിന്നെക്കുറിച്ചുള്ള ദൈവികമായ നടത്തിപ്പ് നീ ഗ്രഹിക്കുമ്പോൾ, there is none like you. ഒരുവനും നിന്നെ പോലെ ആകത്തില്ല. Because you have a special anointing. There is none like you. God called you with this gracious purpose. Let others say anything. ഇവൻ വിചാരിച്ചു ഇടയ്ക്ക് യോനഥനുമായിട്ട് കൂട്ടുകൂടി, പിന്നെ കോംപ്രമൈസ് ചെയ്യുക ശൗലുമായിട്ട്. He made a compromise. That is the next step. Third one is looking for a weapon, his own weapon. He thought that weapon is the great thing. He took the sword of Goliath. അതാ കാണുന്നത്. അന്ന് വെപ്പണൊന്നും കാര്യമല്ലായിരുന്നു ദൈവത്തിന്റെ വിളി. പക്ഷേ സ്ഥാനവും മാനവും ലഭിച്ചു. ആരേലൊക്കെ പുകഴ്ത്താൻ തുടങ്ങി. രാജാവിന്റെ മരുമകനായി. അപ്പോൾ പിന്നെ എന്താ വേണം? അതിനനുസരിച്ചുള്ള വെപ്പൺ വേണം. എനിക്ക് സമയമില്ലാത്തോണ്ടോ വിരിക്കാത്ത കേട്ടോ. What else we need? Wrong friendship, compromise, looking for a weapon to fight. None of this will save you. None of this will help you. This all become complication in your life. പിന്നെന്താ? അതെന്തോ സംഭവിച്ചു? വെപ്പണും ആഹാരത്തിനും കൂടി പുറകെ പോയതുകൊണ്ട് പാവം പിടിച്ച പുരോഹിതന്മാരെല്ലാം മരിച്ചു. നിന്റെ മുഖാന്തരം, when you are wrong place, when you take wrong decision, when contradict your practical life against your the theory which you believe, you utter, you proclaim, it's not a blessing to others. നിനക്ക് മാത്രമല്ല, നിന്നെ സഹായിക്കുന്നവരൂടെ. ആ പ്രീസ്റ്റൊക്കെ പാവങ്ങളല്ലേ, അവരെന്താ ചെയ്ത്? അപ്പവും കൊടുത്തു. അവർക്ക് മാത്രം അവകാശമുള്ള അപ്പം എടുത്തു കൊടുത്തു. But that became curse for them. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Are you a blessing? God called you with a great purpose. ന്യൂ ടെസ്റ്റമെന്റ് തുടങ്ങുന്നത് അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതി എന്ന്. നോക്ക് ദൈവത്തിന്റെ പർപ്പസ് നിന്നെ കുറിച്ച് എത്ര വലുതാണെന്ന്. കുറഞ്ഞതൊന്നും അല്ല നിന്നെ കുറിച്ച് കണ്ടിരിക്കുന്നത്. നീ നിന്നെ കുറിച്ച് വളരെ ലോയായി ചിന്തിച്ചാലും, when you had a great self-pity, when you go away from the God's presence, when you seek for the weapon to carry on to do your own way, ദൈവം പറയുന്നു, look unto me, look unto me, you will not be ashamed. I know why I called you. നമുക്ക് ആർക്കും ഒരു ചോയ്സിനും വകയില്ലാതിരുന്നപ്പോൾ, ഞാൻ ഒരുപാട് ദൈവത്തെ സ്തുതിക്കും കേട്ടോ. നിങ്ങൾക്കൊക്കെ തമാശ വരുന്നൊരു കാര്യം പറയാപ്പോ, ഞാൻ എൻ്റെ വീട്ടിലെ 7ാമത്തെ, ഇന്നത്തെ ജനറേഷൻ ആയിരുന്നു ഞാൻ ജനിക്കേണ്ടിയിരുന്നല്ലോ. ഒരിക്കലും ജനിക്കത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം ദൈവത്തിന്റെ പർപ്പസ്. ഇന്ന് 4 പറഞ്ഞാൽ തന്നെ അത്ഭുതമായില്ലേ? 5 ചിന്തിക്കാനില്ല, 6 പിന്നെ 7ാമത്തേന് വല്ല സാധനമുണ്ടോ? There is a God. He has a purpose. ഒരു ചാൻസും ഇല്ലെങ്കിൽ ദൈവം അപ്പനും അമ്മയും മറന്നെന്നാവും പറയുന്നത്. സഹോദരങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ദാവീദ് രാജാവ് പറഞ്ഞു, നീ പയ്യനാണെന്ന്. ഗോലിയാത്ത് പറഞ്ഞു, നീ എന്താ ആയിട്ടാ കാണുന്നത്? ഒരു വടിയും കൊണ്ടാണ് വരുന്നത്, പട്ടിയെ കണ്ടിട്ട് പോലെ. See, look at that is. But God saw you as a great king. Okay? ദൈവം പറയാണ്, ആര് തള്ളിയാലും ഞാൻ നിന്നെ തള്ളത്തില്ല. I will be with you. I will use you. But wait. That's what only he said. Wait for my time. നമ്മളെല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്ദേശ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ആയുധമെടുക്കും, കൂട്ടുകൂടും, കോംപ്രമൈസ് ചെയ്യും, വേണ്ടാത്ത സ്ഥലത്ത് പോകും,
എന്തും പറഞ്ഞു പിടിപ്പിക്കും, എന്തും ചെയ്യും, എങ്ങനെ ആക്ട് ചെയ്യും. നോട്ട് ലൈക്ക് എ നോർമൽ മാൻ, നോട്ട് ലൈക്ക് എ കിങ്. ഫോർഗെറ്റ്, രാജാവ് എന്നുള്ളത് മറക്കേ, സാധാരണക്കാരനുള്ളത് മറക്കേ. പിന്നെ ആരെ പോലെയാ? അതെങ്ങനെ തോന്നും? രക്ഷപ്പെടാനുള്ള മാർഗം അതാണെന്നാണ് നിന്റെ വിചാരം. ബട്ട് ഫൈനലി he made a repentance, understanding, and he said God will save, redeem the soul of his righteous. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പ്രാക്ടീസ് what you believe. Be a righteous, be a God's man, be a God's hand. He doesn't need sword, he doesn't need your trick, your gameplay. He need just a stone, nothing he need. We heard this Sunday school, it was a great Sunday school, one of the good lesson he taught here. He doesn't need anything, he just collected 300 people. There was no weapon, nothing, just a vessel and a lamp, that's all. God can do great things still today. ആയുധമല്ല, കോംപ്രമൈസ് അല്ല, ശത്രുവിൻ്റെ തന്ത്രമല്ല, വട്ടനെ പോലെ ആക്ട് ചെയ്യുന്നതല്ല. എൻ്റെ സമയം പോയതുകൊണ്ട് എനിക്കാണ്. വട്ടനെ പോലെ ആക്ട് ചെയ്യുന്നതല്ല. റിയലൈസ് യുവർ പ്രോബ്ലം. എഫെസോസ് സഭയോട് പറയുന്ന ഏതിൽ നിന്ന് വീണിരിക്കുന്നു, അതാ നമ്മുടെ പ്രശ്നം. നമ്മൾ വേറെ പലതിനും ട്രീറ്റ് ചെയ്യുന്നത്. ക്യാൻസർ ഉണ്ടെങ്കിൽ തലവേദനയ്ക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. Find out your problem. Isaiah said, Lord, I am a man with an unclean tongue. God didn't touch the hole in his hand or leg or stomach or heart, but realize your problem. Confess before him. Say he has a purpose. Then you have the significance. Then you will see the power of God. Then you say, I am belong to the Lord. Then you feel worth of your calling. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കും. നിങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കും. അവിടെയാണ് മാറ്റം. അവൻ ഫൈനലൈസ് ചെയ്തു. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ അവൻ്റെ പ്രാണനെ, അവൻ്റെ എല്ലിനെ അവൻ രക്ഷിക്കും. കാരണം അവൻ്റെ കണ്ണ് എപ്പോഴും അവൻ്റെ മേലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം, ഒരു നിമിഷം, ഞാൻ അധികം സമയമൊന്നും കൊടുക്കത്തില്ല. ഒന്ന് ചിന്തിച്ചേ, നിന്റെ ഈ വട്ടുകളി ഉണ്ടല്ലോ. ഐ നോ നോബഡി ക്യാൻ സേ ദിസ് വൺ ഹിയർ. നിന്റെ വട്ടുകളി, only you know. നിന്റെ കോംപ്രമൈസ്, നിന്റെ സെൽഫ് പിറ്റി, നിന്റെ റോങ് കൂട്ടുകെട്ട്, എന്തിനാ ദൈവം നിന്നെ ആക്കിയിരിക്കുമ്പോൾ? അതൊക്കെ അല്പനേരത്തേക്കേ ഉള്ളൂ. Only God can lift you up. Only God can help you in the midst of trouble. ആര് പറയും, കർത്താവേ എൻ്റെ കണ്ണ് നിന്നിലേക്ക് ഉയർത്തുവാൻ എനിക്കൊരു റിയൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു ഡിസിഷൻ എടുക്കാൻ എന്നെ സഹായിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇവിടെ പറയുമോ? Just one person. Everybody close your eyes. Don't look here. I am not going to look. Anybody. Praise the Lord. Hallelujah. ഞാനൊന്ന് നോക്കുകയാണ്. ആ കരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. ആ കരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Anybody else? ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്ലേ നിൽക്കുവാൻ, സൽസമ്പതി നിൽക്കുവാൻ, ഞങ്ങളുടെ വില മനസ്സിലാക്കാതെ, ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞങ്ങൾ ശക്തിയില്ലാത്തവരായി ശത്രുവിൻ്റെ പാളയത്തിൽപ്പെട്ട് വട്ടന്മാരെ പോലെ ആക്ട് ചെയ്യുമ്പോൾ നിൻ്റെ കണ്ണാണ് ഞങ്ങളെ സഹായിക്കുന്നത്. നീയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ മിനിസ്ട്രി യാഥാർത്ഥ്യമാക്കുന്നത്, വിളിയെ യാഥാർത്ഥ്യമാക്കുന്നത്, ഞങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കൃപ തന്നാട്ടെ. ദാവീദിനെ ഇടയാക്കിയപ്പോൾ ഒളിച്ചു വെക്കാതെ അത് എഴുതി വെച്ചത് കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും സഭയെ അനുഗ്രഹിച്ചാലും എല്ലാവർക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് പാസ്റ്ററോടും സഭയോടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.